ഇങ്ങനെ ചെയ്യണവരെ ശരിക്കും പറഞ്ഞാൽ പ്രോത്സാഹിക്കണം. അപ്പൊ അവരൊക്കെ പയ്യെ വണ്ടി ഓടിക്കണവരാ. അതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് വീഡിയോടൊന്നും ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല, അവര് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ദേഷ്യം കാര്യങ്ങളില്ല, വിഷമുണ്ട്. അതെ അതെ, നമ്മുടെ അവസ്ഥ അത്രേ ഉള്ളൂ. വരുന്നത് പറഞ്ഞ പിന്നെ എങ്ങനെ വരാണ്ടിരിക്കണം. മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂരിലെ ചെമ്പുക്കാവിലുള്ള മഹാരാജ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണുള്ളത് കേട്ടോ. എന്താന്നല്ലേ മച്ചന്മാരെ, നമ്മുടെ തൃശ്ശൂര് ആദ്യ ഒരു ടൈമിലൊക്കെ മോട്ടോർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് നടന്നിരുന്ന ഒരു സംഭവമാണ്. പിന്നീട് ഓൾട്രേഷൻ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ചെറിയൊരു സ്പോയിലർ കയറ്റിയാലോ സ്കേർട്ടിങ് ചെയ്താലോ അപ്പോൾ അവർ സ്പോട്ടിൽ എന്ത് ചെയ്യും, ആ സാധനം വന്ന് വാൻഡ് ചെയ്ത് പിടിച്ചുകൊണ്ടുപോകും വണ്ടി അല്ലേ. പക്ഷെ ഇവിടെ ആക്സസറീസ് സാധനങ്ങൾ വിൽക്കാൻ ഒരു കുഴപ്പമില്ല. ആ വിൽക്കണതിൻ്റെ ടാക്സും സാധനങ്ങളൊക്കെ അവർക്ക് മേടിച്ചു വയ്ക്കാം, ഗവൺമെൻറ്റിന് വേണം. പക്ഷേ നമ്മളൊരു വാഹനം വണ്ടിപ്രാന്തന്മാർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു വാഹനം പണിതാലോ കാര്യങ്ങൾ ചെയ്താലോ അവർ വന്ന് പൊക്കിക്കൊണ്ടു കേട്ടോ. MBDക്കാർ പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ ശരിയാണ്. പുറത്തുള്ള ആളുകൾക്ക് ശബ്ദപരമായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രവണതയാണ്. എന്തായാലും മച്ചന്മാരെ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഈ മോട്ടോർ ഷോ കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നങ്ങളോ ഇല്ല. നമ്മുടെ ഈ ഒരു ഇവിടെ മാത്രമാണ് മോട്ടോർ ഷോയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ട്. 2018 നടന്ന ഫ്ലഡ്, വയനാട് ദുരന്തം, ഇതിലൊക്കെ ആർമിയുടെ ഒപ്പം പോലീസുകാരുടെ ഒപ്പം ഈ കുറച്ച് വണ്ടിപ്രാന്തന്മാരുണ്ടായിരുന്നു കേട്ടോ, ഉള്ളിലേക്കൊക്കെ പോകാനും അവരെ കൊണ്ടുവരാനും. അപ്പൊ എന്തായാലും ആ ഒരു കാലം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടെ എന്താ പറയാ, വണ്ടിപ്രാന്തന്മാർ കുറെ ഉണ്ടെന്നേ. സ്വന്തം പൈസ മുടക്കി വണ്ടികൾ നല്ല രീതിയിൽ പണിയാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ വാഹനം പണിത് അവർ മോട്ടോർ ഷോ കാര്യങ്ങളൊക്കെ വിടണോണ്ട് എന്താ തെറ്റ് അല്ലേ. എന്തായാലും ഇന്നത്തെ വിശേഷം നമ്മുടെ മഹാരാജ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ആ ഒരു മോട്ടോർ ഷോയുടെ വിശേഷങ്ങളായിരിക്കട്ടോ. അപ്പൊ അതിലേക്ക് പോലെ എപ്പോ ഒരേ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം സ്മോക്കിയാണ് കേട്ടാ. വലിയ സന്തോഷം മച്ചവരെ. അത്യാവശ്യം നല്ല രീതിയിൽ യൂത്തിന്റെ ക്രൗഡ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആമ്പിള്ളേരായിക്കോട്ടെ പെമ്പിള്ളേരായിക്കോട്ടെ, വണ്ടിപ്രാന്തന്മാര് വണ്ടിപ്രാന്തത്തികള് കുറെ ഉണ്ട് കേട്ടോ നമ്മുടെ തൃശ്ശൂര്. കയറി വരുന്നോട് തന്നെ കണ്ടോ റെഡ് പുതപ്പൊക്കെ വിരിച്ചത് സർപ്രൈസ് ആണ് കേട്ടോ. ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോണ്ട സിറ്റി കാണാം കേട്ടോ. അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തെടുത്തുള്ള വണ്ടിയാണ് കേട്ടോ. അലോയ്സ് ഒക്കെ ഉണ്ടോ, സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ഇറക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നേരെ നമുക്ക് മിറേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ടൈപ്പിലാണ് മിറേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് പിന്നെ മഫ്ലറൊക്കെ വരുമ്പോൾ HKSന്റെ മഫ്ലറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മുതല് എസ്റ്റീം LX കേട്ടോ. ഇതൊരു പഴയ വാഹനം, എന്നാലും അത് ഓൾട്ടർ ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 4RR എങ്ങനെയുണ്ട് മുതല്, പൊളിച്ചില്ലേ. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ യുവത്വത്തിന്റെ ഇഷ്ട വാഹനമായിട്ടുള്ള പോളോ GT കാണാം കേട്ടോ. എങ്ങനെയുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്, ഗംഭീര അടിപൊളി ഒരു അലോയ്സ് ഇട്ടിട്ടുണ്ട്. ബ്ലാക്കും റെഡും കൂടി കോമ്പ് വരുമ്പോൾ തന്നെ വാഹനം വേറെ ലെവലിലേക്കായിട്ടാ. ഇത് ഓപ്പൺ ആക്കാൻ പറ്റുമോന്ന് അറിയില്ല, ഓപ്പൺ ആക്കാൻ പറ്റുമല്ലോ. യെസ്, ഇന്റീരിയറൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് കേട്ടോ. വേറെ മാറ്റങ്ങളൊന്നും വല്ലാണ്ട് വരുത്തിയിട്ടില്ല. പുറത്തുള്ള ആ ഒരു ചെറിയൊരു മാറ്റങ്ങൾ, ഈ പോളോ GT ഒക്കെ ജസ്റ്റ് എന്താ പറയാ ചെറിയ രീതിയിലാണ്. ഇതേപോലെ അലോയ്സ് ഇട്ട് സ്കേർട്ടിങ് ഇറക്കിയാൽ തന്നെ ഉണ്ടല്ലോ വേറെ ലെവലിലേക്കാണ് കേട്ടോ വാഹനം അല്ലേ. യൂത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് പോളോ GT നമുക്ക് കേട്ടോ. ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഇഗ്നീസ് കാണാൻ പറ്റും കേട്ടോ. അതും അതെ ഗംഭീരമായിട്ട് ഓൾട്ടർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ. അടിപൊളി അലോയ്സ്. ദെൻ സ്കേർട്ടിംഗ് ഒന്നും വല്ലാണ്ട് ഇറക്കിയിട്ടില്ല കേട്ടോ. കണ്ടോ, ചെറിയ രീതിയിലുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അടിപൊളിയുണ്ട്. ഓൾട്രേഷൻ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഈ രൂപത്തിലാവുമെന്ന് ഇപ്പോഴാട്ടോ മനസ്സിലായത്. സെറ്റായിട്ടില്ലേ. പക്ഷെ ചില ഓൾട്രേഷൻ ഒരു എയിം ഉണ്ടാവില്ല കേട്ടോ. ഇത് സെറ്റായിട്ടുണ്ട്. കാരണം ആ വാഹനത്തിന് പറ്റിയ അലോയ്സ്
എല്ലാം കൊണ്ടും നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്തെടുത്തുള്ളത്. മച്ചാന്റെ വാഹനമാണ് കേട്ടോ മാരുതി ഇഗ്നിസ്. എങ്ങനെയുണ്ട് മച്ചാനെ? സുഖം. എന്റെ പേര് ജീവ്സ്. ഓക്കെ, എവിടെ സ്ഥലം? അഞ്ചേരിയിലല്ലേ? എന്താ പറയാ, ഒരു വണ്ടിപ്രാന്തൻ എന്നുള്ള നിലയ്ക്ക് അല്ലേ ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്? നിങ്ങളെടുത്ത വാഹനമാണോ? ഓക്കെ, ഫ്രഷ് എടുത്ത വാഹനമാണ്. സെക്കൻഡ്സ് എടുത്തിട്ട് ഈ ഒരു രീതിയിലേക്ക് ആക്കി എടുത്തു. ഓക്കെ, ലിമിറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ? എന്താ പറയാ, വണ്ടി പ്രാന്തം എന്ന് പറഞ്ഞാൽ ഒരു വേറെ പ്രാന്തം തന്നെയാണല്ലോ അല്ലേ? ഇത് കഴിഞ്ഞ് കിട്ടിയപ്പോണ്ടായ ഒരു മനസ്സിലുള്ള ഒരു സംഭവം എന്തായിരുന്നു? ഹാപ്പിയാണ്, ഒരു ഫാമിലി വണ്ടിയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു രീതിയിൽ നമ്മൾ വണ്ടി ഓടിച്ചിറങ്ങുന്നു. പക്ഷേ എങ്ങനെ വർക്ക് ചെയ്തെടുക്കാൻ എത്ര രൂപ വന്നു മൊത്തം? ഏകദേശം ഒരു 1.5 lakh ആയിട്ടിപ്പോ ആ ഒരു റേറ്റ് വന്നിട്ടുണ്ട് അല്ലേ? പവർ കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ വാഹനത്തില്. ചെയ്തിട്ടുണ്ട്, എയർ ഫിൽറ്റർ, ഫുൾ സിസ്റ്റം, പെർഫോമൻസ് എക്സോസ്റ്റ് ആണ് ചെയ്തത്. അടുത്ത വാഹനം നമ്മുടെ സ്വന്തം റിറ്റ്സ് കേട്ടാ. റിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞപ്പനും റിറ്റ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു റിറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓൾട്ടർ ചെയ്ത് ഈ ഒരു ലെവലിൽ എടുത്തിട്ടുണ്ട്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു എലോയ്സ് ആണ് കേട്ടോ. സെറ്റായിട്ടുണ്ട് എലോയ്സ് അല്ലേ? എന്തായാലും മച്ചാ പറയാം, നിങ്ങളുടെ വാഹനമൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഓൾട്ടർ ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതെവിടെയാണ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും തിരിച്ചു കേട്ടോ. അടുത്ത ഒരു ഭീമൻകുട്ടൻ എന്താ വരുന്നു കേട്ടോ, മിസ്തുബി പേജിറോ. പിന്നെ നമ്മൾ 2018 കേട്ടോ നമ്മൾ എന്താ പറയാ കേരളത്തിന്റെ രക്ഷകനായിട്ട് വന്നിട്ടുള്ള മുതലുകളാട്ടോ ഇതൊക്കെ. വയനാട് ആ ഒരു ഇഷ്യൂ വന്ന ടൈമിലും 2018 നടന്ന ഫ്ലഡിലായാലും ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ പ്രസൻസ് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴും. റെഡ് തുണി കൊണ്ടൊക്കെ മൂടിയിട്ട മുതലില്ലേ, ആ മുതലാണ് കേട്ടോ. എസ്റ്റീമാണ് കേട്ടോ. എങ്ങനെയുണ്ട് അവന്റെ കളറൊക്കെ പൊളിച്ചില്ലേ? നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നമ്മള് ടാറ്റയിൽ കണ്ടിട്ട് പിന്നെ ഇവിടെയാണ് കാണുന്നത്. വ്യത്യാസം. അതെ. എത്ര രൂപയുടെ മൊത്തം ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കാൻ? നമ്മള് ബഡ്ജറ്റ് നോക്കാൻ ലൈക് നടപടിയാവില്ല, ഇതൊക്കെ ഒരു പ്രൊജക്ട് കാരണമുള്ള രീതിയിൽ പണിതുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ആ വണ്ടി പ്രാന്ത് എന്നുള്ള ഒറ്റ ബേസിൽ അല്ലേ? ഡെയിലി പണിയിൽ മാത്രമേ ഉള്ളൂ, റോഡിലിറക്കലില്ല. ഇറക്കാനും പറ്റില്ല. ഇല്ല, നമ്മളിപ്പോ രാവിലെ ടോ ട്രക്കിൽ വിളിച്ചു കൊണ്ടുവന്നു. ഇനിയിപ്പോ കുറച്ചു നേരം കഴിഞ്ഞാൽ ടോ ട്രക്ക് വരും. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള് വാഹനത്തില്? നമ്മൾ വെച്ചാൽ നമ്മളിപ്പോ ഈ വണ്ടി എഞ്ചിൻ റീബിൽഡ് ചെയ്തിട്ടുണ്ട്, പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഡ്യുവൽ സിസ്റ്റം എക്സോസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. സ്ട്രേറ്റ് പൈപ്പാണ്, അതിൽ ഡ്യുവൽ ക്യാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഓവറിങ് ചെയ്തിട്ടുണ്ട്, അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമായിട്ട് വിങ് സ്പോയിലർ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ പഴയ കാർസ് സിനിമയിലെ ടോണിക്ക് എന്ന് പറഞ്ഞ വണ്ടി കാണുന്ന ഐറ്റം കസ്റ്റമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 2018 നടന്ന ഒരു ഫ്ലഡും വയനാട് ദുരന്തമൊന്നും മറക്കാൻ പാടില്ല ഈ സമയത്ത് അല്ലേ? അന്നൊക്കെ നമ്മുടെ ഈ ഒരു വണ്ടിപ്രാന്തന്മാര് വേണമായിരുന്നു. അതെ, നമുക്ക് ഈ വണ്ടിപ്രാന്ത് ഇതിപ്പോ വേറൊരു സെഗ്മെന്റ് ആണെന്നുള്ളൂ. പക്ഷെ ഈ വണ്ടിപ്രാന്ത് തലക്കി പിടിച്ചുള്ളവർ തന്നെയാണ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ, പാനിക് സിറ്റുവേഷനിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പജീറോ എത്തിയിട്ടുണ്ടല്ലോ, അതില് മാങ്ങന്റെ പജീറോ വന്നിട്ടുണ്ട്, വയനാട് അതിലൊക്കെ ഓടിയുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു എന്താ പറയാ ഇപ്പോഴത്തെ ഇവിടുത്തെ നിയമമൊക്കെ ഒന്ന് മാറി വരട്ടെ അല്ലേ? ഈ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. ചിരിക്കുന്നെങ്കിൽ നമുക്ക് അന്ന് ഇതൊക്കെ റോഡിൽ ഓടിക്കാം. അല്ല വെച്ചാൽ നമ്മുടെ ഭാവിയുള്ള വരുന്നവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഓടിക്കാം. നമ്മുടെ ഈ കേരളം വിട്ടിട്ട് മച്ചാനെ ബാക്കി പുറം നാടുകളുണ്ടല്ലോ, അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. തീർച്ചയായിട്ടും ഔട്ട് ഓഫ് കേരള നമുക്ക് ഈ പറഞ്ഞ മാതിരി അത്രയും സ്ട്രിക്റ്റ് അല്ല, റൂൾസ് ഉണ്ട് പക്ഷെ സ്ട്രിക്റ്റ് അല്ല. ഉപദ്രവിക്കല് കുറവാണ് പൊതുവെ. ഇത് നമുക്ക് ഉപദ്രവമല്ല, സംഭവം നിയമമാണ്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറയണു. പക്ഷെ ഇതിനൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ വണ്ടികളാണ് ഉപകാരങ്ങൾ. ആൾക്കാർ പറയണു അല്ലെങ്കിൽ നമുക്ക് നിയമങ്ങൾ പറഞ്ഞിട്ട് ഇതൊക്കെ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടിയിൽ ഇപ്പോൾ നമുക്ക് പറയാൻ വെച്ചെങ്കിൽ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്, എഞ്ചിനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഓടിക്കാൻ പറ്റിയ റോഡ് നമുക്ക് ഇവിടെ ഇല്ല. രണ്ടാമത് പറഞ്ഞാൽ ഇത് ലോവർ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത്രയും താഴ്ത്തിയിട്ടുള്ള വണ്ടികൾ ഓടിക്കാനുള്ള റോഡ് നമുക്കില്ല. ഇതൊക്കെ ഇറക്കിയ അപ്പടി തട്ടും. നമുക്കിതൊന്നൊരു 40-50 മുകളിൽ ടൗണിലും പോയിട്ട് ഇവിടുത്തെ ഹൈവേയിൽ വരെ പോകാൻ പറ്റില്ല. ഹൈവേസിന്റെ ഡിപ്പിലും അതേപോലെ തന്നെ ഓരോ കാറ്റർക്കറ്റിലും ഒക്കെ വണ്ടി അടി തട്ടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യണവരെ ശരിക്കും പറഞ്ഞാൽ പ്രോത്സാഹിക്കണം. അപ്പൊ അവരൊക്കെ പയ്യെ വണ്ടി ഓടിക്കണവരാ. വീഡിയോടൊന്നും ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല, അവര് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ദേഷ്യം കാര്യങ്ങളില്ല, വിഷമുണ്ട്. അതെ അതെ, നമ്മുടെ അവസ്ഥ അത്രേ ഉള്ളൂ. ഇപ്പൊ എന്തായാലും മച്ചനെ ഈ ഒരു കാലങ്ങളൊക്കെ മാറട്ടെ, സെറ്റ് ആവട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളൊരു നാട്ടുകാരായിരുന്നു കേട്ടോ ആദ്യം. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. കൂടെ നമ്മുടെ വൈബു വ്ളോഗ്സിന്റെ കേട്ടോ. നമ്മുടെ വൈബു ആണ് ഇവിടെ പരിപാടി ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞേട്ടാ. നമ്മൾ ആദ്യം തൊട്ട് അല്ലേ, ആദ്യം തൊട്ടുള്ള നമ്മുടെ ഇവിടെ
തങ്കംകുട്ടനാണ്. എടാ നമ്മളെ എങ്ങനെയാണ് പരിചയപ്പെട്ടു ഫസ്റ്റ്? അത് കറക്റ്റ് പറഞ്ഞേ. ജാവ ഷോറൂമിൽ സെയിൽസ് മാനേജർ മാനേജർ ചോദിച്ചു പോയതാണ്. അതെ അതെ. അന്ന് ഞാൻ അവന് കാര്യങ്ങൾ ഡീൽ ചെയ്തു അല്ലടാ. ഇപ്പൊ രണ്ടുപേരും യൂട്യൂബായിട്ട് നടക്കുന്നു. വൈബ് വ്ലോഗ്സ്, ബുക്കെ വ്ലോഗ്സ്. ഏട്ടാ അടുത്ത ഒരു മുതലെടാ ബെനലി എങ്ങനെയുണ്ട്? വാഹനത്തിന്റെ ഫ്രണ്ടിലോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടോ ബെൻലി എന്നുള്ള ആ ഒരു ലോഗോ പഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ക്രോം ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ഗ്രിൽസ് ഒക്കെ കണ്ടോ പക്കാ ക്രോമിലാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ഇപ്പൊ താഴത്തെ ആ ഒരു ഗ്രിൽസ് ആയാലും മുകളിലത്തെ ആ ഒരു ഗ്രിൽസ് ആയാലും മൊത്തം ക്രോമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ഹെഡ് ലൈറ്റ്സ് കാണാം കേട്ടോ. അതും നല്ലൊരു റൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, വൽ ഷേപ്പിലുള്ള ഹെഡ് ലൈറ്റ്സ് ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഹെഡ് ലൈറ്റ്സിൽ നമുക്ക് ക്രോം ഫിനിഷ് കാണാം കേട്ടോ. അത് ഗംഭീരമായിട്ടുണ്ട്. ഇത് വീലിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കണ്ടോ ഇവിടെ ബെൻലിയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോം ഫിനിഷിലാണ് ഇവന്റെ അലോയ്സ് വന്നിട്ടുള്ളത് കേട്ടോ. മിറേഴ്സ് നോക്കുകയാണെങ്കിൽ കണ്ടോ ഇൻഡിക്കേറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മിറേഴ്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഞാൻ ഇന്റീരിയർ ഒന്ന് കാട്ടിത്തരാം കേട്ടോ. ഓ ലോക്കാണ്, തുറക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 1, 2 IS ബാക്കിലും നമുക്കൊരു 4 പേർക്ക് കേട്ടോ. 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. വാഹനത്തിന്റെ ഉൾഭാഗം കറക്റ്റ് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ക ഒരു ലക്ഷറി മിഷനാണ് കേട്ടോ, ഒന്നും പറയാനില്ല, വേറെ ലെവൽ. ിലോട്ട് വന്നാലും പെൻറ്റ്ലി എന്നുള്ള ആ ഒരു ലോഗോ അതും ക്രോം ഫിനിഷിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LED ടെയിൽ ലാമ്പാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് പെട്രോളിനുള്ള കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡ് തൊട്ട് മൊത്തം ബാക്കിലോട്ട് വരാണെങ്കിൽ ഉണ്ടല്ലോ കണ്ടോ ഇവിടെ എത്തുമ്പോൾ വാഹനത്തിന്റെ ഷേപ്പ് മൊത്തം മാറി വേറെ ലെവൽ ഷേപ്പിലേക്ക് വന്നു കേട്ടോ. യൂസ് കേട്ടോ 4x4 ഒരു വാഹനമാണ്. നമുക്ക് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ഓഫ് റോഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് കേട്ടോ. ഇതിലെ വാഹനം കണ്ടോ ഷോക്കപ്സ് ഒക്കെ നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്ത് വാഹനം കിടന്നിട്ട് പോലും കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 4x4 വാഹനങ്ങളൊക്കെ കാടും മേടും എല്ലാ സാധനങ്ങളും കയറി ഇറങ്ങാം കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഫുഡ് സ്പേസ് ഒക്കെ ഇവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട ലഗേജസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ബേസാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് സിംഗിൾ കാരിയർ കാണാം. ആ കാരിയറിന്റെ മുകളിൽ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ായിട്ടാണ് സ്നോർക്കലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വൈബു നിനക്ക് ആഗ്രഹം ഉണ്ടോ അങ്ങനത്തെ ഒരു വാഹനം? പിന്നല്ല, എല്ലാ വണ്ടിപ്രാന്തന്മാർക്കും താല്പര്യമുള്ള വണ്ടിയല്ലേ ആഗ്രഹമാണ് അല്ലേ? നമുക്കും നമ്മൾ എടുക്കും അല്ലേ ഒരു നാൾ. കച്ചവര അടുത്ത് നമുക്ക് ഓൾഡ് എൻഡേവറിലേക്ക് പോകാം കേട്ടോ. ഓൾഡ് എൻഡേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയേഴ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എൻഡേവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫോർഡിൽ തന്നെ നല്ല രീതിയിൽ ഓഫ് റോഡ് വന്നിട്ടുള്ള, ഓഫ് റോഡ് ആയാലും ഫാമിലി പർപ്പസിനായാലും നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിരുന്നു കേട്ടോ. ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്സ് നിറയെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ബൈക്സ് ഇവിടെ ഉണ്ട് കേട്ടോ. Yamaha RX 100 ഇരിക്കുന്നുണ്ട്. KTM 250 ഇവിടെ ഒരു മുതലിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട കവാസാക്കി നിഞ്ച, ഡ്യൂക്ക്, തകയുടെ തന്നെ ഗംഭീര ഒരു മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് MT 15 വരുന്നുണ്ട്. R15 തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. നല്ല തൃശ്ശൂരിലെ എന്താ പറയാ ഇതിനാട്ടപ്പുറം വാഹനങ്ങൾ എത്തിയായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മച്ചവനെ ശരിക്കും ബൈക്കിന്റെ ആ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് കേട്ടോ. ബൈക്സ് ഒക്കെ MVD വരുമോ, ഇനി എന്തെങ്കിലും ഫിറ്റിങ്ങിന്റെ പേരിൽ വാഹനങ്ങൾ എടുത്തു കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ഭയം കേട്ടോ. സാർമാർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടത് വാഹനപ്രേമികളായിട്ടുള്ള കുറേ ആൾക്കാർ ഇന്ന് തൃശ്ശൂർ അല്ലെങ്കിൽ പുറം സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളിലൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നില്ല. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ഓൾട്ടർ ചെയ്ത ഒരു വാഹനം കൊണ്ടുവന്ന MVDക്കാർ വീട്ടിൽ വന്നിട്ട് പറക്കി കൊണ്ടുപോകുന്ന ഒരു പരിപാടി. നേരത്തെ പറഞ്ഞോണം 2018 നടന്ന ഫ്ലഡ് ടൈമും വയനാട് ഇഷ്യൂസിനൊക്കെ ഇതേപോലെ എന്താ പറയുക ഓൾട്ടർ ചെയ്തിട്ടുള്ള ആൾക്കാരെ ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് ആർമിയുടെ ഒപ്പം പോലീസുകാരുടെ ഒപ്പം. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിപ്രാന്തന്മാർ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതെന്നും ഓർമ്മ വേണം കേട്ടോ നിങ്ങൾക്ക്. ഒരിക്കലും കുറ്റപ്പെടുത്തലല്ലത്. ഒരു വണ്ടിപ്രാന്തൻ എന്നുള്ള ആ ഒരു വിഷമം കൊണ്ട് പറയണം കേട്ടോ. സാർമാരോടൊരു വിഷമോ വിരോധമോ ഒന്നും ഉണ്ടായിട്ട് പറയണതല്ല, ആ ഒരു വിഷമം കൊണ്ട് പറയുന്നത് തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് പറയാം കേട്ടോ. മച്ചമര ഇവിടെ പാട്ടിന്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു നിർത്താണ്, കാരണം അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. മച്ചമര നമ്മുടെ സ്മോക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങായിട്ടാ.
മച്ചവരെ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ മഹാരാജ കോളേജിൽ നടന്ന ഈ ഒരു മോട്ടോർ ഷോ ഇവിടെ അവസാനിക്കാൻ കേട്ടോ. അപ്പോൾ വൈബു എങ്ങനെയുണ്ടായിരുന്നു മോട്ടോർ ഷോ ഒക്കെ? കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ അടിപൊളിയായിരുന്നു. അരുൺ മച്ചാൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, അരുൺ നമ്മുടെ പുതിയ പോർഷെ പെനമേരയുടെ കൂടെ ഒന്ന് വന്നിറങ്ങി. ഗംഭീര കളർ എന്തിനാ കളർ കോമ്പോ അല്ലേ? മഞ്ഞ മഞ്ഞ. രക്ഷയില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഷോ അടിച്ചു പൊളിച്ചു അല്ലേ? അതന്നെ, കുഴപ്പമില്ല. തകർത്തു. 1 മണിയായി. ഓക്കെ, നല്ല രീതിയിൽ അവര് എന്താ പറയാ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു. ഭയങ്കര സപ്പോർട്ടാണ് മഹാരാജാസ്, നല്ല സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ട്. നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ മച്ചാന്മാരെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ മഹാരാജ കോളേജിലെ എല്ലാ നമ്മുടെ മച്ചാന്മാരോടും വലിയൊരു താങ്ക് യു പറയാനല്ലേ വൈബു? അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ളോഗ്സ് അഭിലാഷ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.